അയ്യ വണക്കം. അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ച. ഈ ചോർച്ചയുടെ വാർത്ത പുറത്തുവിട്ടുകൊണ്ട് കേരളത്തിലെ CITU മാധ്യമപ്രവർത്തകരും അൾട്രാ അന്തം കമ്മികളും അൾട്രാ ലിബറലുകളും യുവമാരുടെ സൈഡിൽ കൂടെ സുഡാപ്പികളും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ദുന്ദുബിനാദം നാദം നാദം എന്ന് പറഞ്ഞ് കളിക്കുന്നുണ്ട്. പിന്നെ സുഡാപ്പികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് രാമക്ഷേത്രത്തിൽ ചോർച്ച വന്നു, ബാബറി എത്ര കൊല്ലം അവിടെ നിന്നു, ഒരു ചോർച്ചയും ബാബറിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് സൈഡിൽ കൂടെ നൈസായിട്ട് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്ത് കഴിഞ്ഞായിരുന്നാലും ഇവന്മാരെ എല്ലാവരെയും കൂടെ നമുക്ക് പറഞ്ഞാൽ ഒരു രസമില്ല. അതുകൊണ്ട് നമുക്ക് ആ ടീമിനെ അങ്ങോട്ട് വലിച്ചിങ്ങോട്ട് എടുക്കാം. ആ ടീമിൽ നിന്ന് ഒരാളെ വലിച്ചിങ്ങോട്ട് എടുക്കാം. അതായത് നമ്മുടെ ലക്ഷദ്വീപിലെ താണ്ഡവൻ താത്തയായിട്ടുള്ള ഐഷ സുൽത്താന ഒരു മതനിന്ദയ്ക്കുള്ള വകുപ്പുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ച എന്ന് പറഞ്ഞ വാർത്ത പങ്കുവെച്ചുകൊണ്ട് ഇവരിട്ട ഒരു കമൻ്റാണിത്. ചോർച്ചയുള്ള സ്ഥലത്ത് ചാണകം തേച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതനിന്ദയ്ക്കുള്ള ഒരു സ്കോപ്പുണ്ട്. ഇത്തരത്തിലാണ് ഒരു കമൻറ്റ് അവർ തൻ്റെ സോഷ്യൽ മീഡിയയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പണ്ടേ ബുദ്ധിയും വിവരവും ഇല്ല എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ. അതായത് ലക്ഷദ്വീപിലെ പ്രഫുൽ ഘോഡ പട്ടേൽ വന്നപ്പോൾ പ്രഫുൽ ഘോഡ പട്ടേലിനെതിരെ ഞാൻ താണ്ഡവമാടും എന്നൊക്കെ പറഞ്ഞ് ഏറിപ്പോയ ഒരു ടീമാണ് ഐഷ സുൽത്താന എന്ന് പറയുന്നത്. അതിനുശേഷം കോവിഡ് എന്ന് പറഞ്ഞൊരു മഹാമാരി വന്നപ്പോൾ ആ മഹാമാരി പടത്തിവിട്ടത് നരേന്ദ്രമോദിയാണെന്നും നരേന്ദ്രമോദിയുടെ ബയോ വെപ്പണാണ് കോവിഡും എന്ന് പറഞ്ഞ് യാതൊരു അടിസ്ഥാനമില്ലാത്ത തലയിൽ ചാണകമല്ല അതിലും കൂടി എന്തോ ആണ് എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ളൊരു ടീമാണ് ഈ ഐഷ സുൽത്താന ചേച്ചി എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പരമപവിത്രമായിട്ടുള്ള ഹിന്ദുക്കളുടെ ആരാധനാ സ്ഥാനമായിട്ടുള്ള അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ച എന്ന് പറഞ്ഞ വ്യാജ വാർത്ത കേരളത്തിലെ CITU മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ ആ വാർത്ത എടുത്ത് അതിലും വൃത്തികെട്ട ഒരു കമൻറ്റോടുകൂടി സോഷ്യൽ മീഡിയയിൽ വാരി പൂശിയിരിക്കുകയാണ് ചേച്ചി എന്ന് പറയുന്നത്. ഈ ചാണകം എന്ന് പറയുന്നത് ചേച്ചിയോടാണ്. ഈ ചാണകം എന്ന് പറയുന്നത് ഹിന്ദു ജനത എന്ന് പറയുന്ന വിഭാഗം ഉണ്ടല്ലോ, അവർക്കൊരിക്കലും തൊട്ടുകൂടാനാവാത്ത ഒരു സാധനമല്ല. ഈ ചാണകം മെഴുകിയ തറയിലാണ് പണ്ട് മുതലേ ചേച്ചി കിടന്ന് കാണില്ല. ചേച്ചി ഇപ്പം ടൈലിട്ട തറയിലാണല്ലോ കിടക്കുന്നത്. ചേച്ചിയുടെ അച്ഛൻ അപ്പൂപ്പന്മാരടക്കം കിടന്നത് ഈ ചാണകം മെഴുകിയ തറയിലാണ് എന്ന് ചേച്ചി ആലോചിച്ചാൽ നന്നായിരിക്കും. ഇനി ചാണകം മെഴുകാത്ത തറയിലാണോ ചേച്ചിയുടെ അച്ഛൻ അപ്പൂപ്പന്മാർ കിടന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം എല്ലാ ഇന്ത്യക്കാരും ചാണകം മെഴുകിയ തറയിൽ കിടന്ന് തന്നെയാണ് വളർന്നു വന്നത്. പിന്നെ ഇപ്പോഴാണല്ലോ മാർബിളും ടൈലൊക്കെ വന്നത്. അതിനുശേഷമാണ് ടൈലിൽ നമ്മൾ ഐഷ സുൽത്താൻ ചേച്ചി ഓടി കളിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ ഈ ചാണകം ഉപയോഗിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ? പടിയടച്ച് പിണ്ടം വയ്ക്കാൻ. എന്നിട്ട് ഈ ചാണക വെള്ളം ഇങ്ങനെ തളിക്കും. ഇതിപ്പം നരേന്ദ്രമോദിയുടെ കയ്യിലാണ് ഈ ചാണക വെള്ളം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ രാജ്യത്തിനകത്ത് നിന്ന് രാജ്യത്തിൻ്റെ പിന്നിൽ കുത്തുന്ന കട്ടപ്പമാരായിട്ടുള്ള ആഭ്യന്തര ശത്രുക്കളെ പടിയടച്ച് പിണ്ടം വച്ച് ചാണക വെള്ളം നമ്മളിങ്ങനെ തളിക്കും. അങ്ങനെ തളിക്കാനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചാണകവെള്ളം കൊണ്ട് കയ്യിൽ നടക്കുന്നത്. ഈ ചാണകവെള്ളത്തിനകത്ത് ചൂല് മുക്കി അടിക്കാനുള്ള ഇട ചേച്ചി വരുത്തരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ബയോ വെപ്പൺ പരാമർശത്തിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി തേഞ്ഞ് പൊട്ടിത്തള്ളിയല്ലേ. കേരളത്തിലുള്ള സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. കൂടിപ്പോയ ഒരു പ്രമേയം പാസ്സാക്കും. നമ്മുടെ ശിവൻകുട്ടി എണ്ണ ഒന്ന് വിളിക്കും. ശിവൻകുട്ടി എണ്ണ ഒന്ന് വിളിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഭയങ്കര ഒരു അന്തരീക്ഷമാണ്. ഫാസിസം, എന്തൊരു ഫാസിസമാണ്. പോരാത്തതിനും പിന്നെ ഇപ്പോൾ സിനിമയൊന്നും ഇല്ലേ, മുഖ്യമന്ത്രി ഒന്നും ഒന്ന് കാണുക കേട്ടോ. ഇത്രയും പറഞ്ഞ് അതിൽ നിൽക്കും. മറ്റേത് കൂട്ടിയാൽ കൂടൂല എന്ന് ഐഷ സുൽത്താൻ ചേച്ചി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. നിയമം അറിയാത്തത് നിയമ ലംഘനത്തിനുള്ള ഒരു ലൈസൻസ് അല്ല. അതുപോട്ടെ, ഐഷ സുൽത്താൻ ചേച്ചിക്കുള്ളതായി. ചേച്ചിയെ നമുക്ക് അങ്ങോട്ട് മാറ്റി നിർത്താം. എങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞ് ചേച്ചിയെ അങ്ങോട്ട് മാറ്റി നിർത്താം. അതായത് ഹജ്ജിന് പോകുന്ന ഇത്രയും ആൾക്കാർ അവിടെ മരിച്ചു വീഴുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത വന്ന ശേഷം ഇവിടെ നിന്ന് ഒരാൾ പോലും സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ്, അതായത് ഫേക്ക് ഐഡികളിൽ നിന്ന് സുഡാപ്പികൾ ഇടുന്ന കാര്യമല്ല പറഞ്ഞത്, ഫേക്ക് ഐഡിയിൽ നിന്നല്ലാത്ത ഒരാൾ പോലും ഹജ്ജിന് ഇത്ര പേർ പോയി മരിച്ചു വീഴുന്നു, അവർക്ക് ആദരാഞ്ജലികൾ നേർന്നതല്ലാതെ ഹജ്ജ് എന്ന് പറയുന്ന പുണ്യകർമ്മത്തിനെ ആരും ചോദ്യം ചെയ്യാനോ അത് നന്നായെന്നോ പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താണെന്ന് നിങ്ങളുടെയൊക്കെ കമൻറ്റും കാര്യങ്ങളിലൂടെ മനസ്സിലാവുന്നുണ്ട്. അത് വേറെ കാര്യം. എന്തായാലും ചേച്ചിക്കുള്ളത് മൊത്തത്തിലായി വയറ് നിറഞ്ഞു. ചേച്ചി അങ്ങോട്ട് മാറ്റി നിർത്താം. ഇനി അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ച എന്ന് പറഞ്ഞൊരു വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ഇതേ കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് അന്ന് രാമക്ഷേത്രം ഉദ്ഘാടന സമയത്ത് ഒരു വാർത്ത പുറത്തുവിട്ടത്. അതായത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, പണി പൂർത്തിയാവാൻ 2025 വരെ കാത്തിരിക്കേണ്ടി വരും. 2025 വരെ കാത്തിരുന്ന് പണി പൂർത്തിയാക്കാതെയാണ് രാമക്ഷേത്രം ഇപ്പോൾ തുറക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തതും കേരളത്തിലെ അതേ മാധ്യമങ്ങൾ തന്നെയാണ്. അപ്പോൾ പണി പൂർത്തിയാകാത്ത രാമക്ഷേത്രമാണ് ഇപ്പോഴവിടെ ഉള്ളത്. ആ രാമക്ഷേത്രത്തിൻ്റെ ആ ഗുരുമണ്ഡപത്തിന് മുകളിൽ ഒന്നുമില്ല. അതിൻ്റെ മുകളിൽ ഇനി ഒരു നില കൂടെ വരും. അതിൻ്റെ മുകളിൽ ഒരു ഗോപുരം വരും. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ മാത്രമേ അയോധ്യ രാമക്ഷേത്രം പണി പൂർത്തിയാകുകയുള്ളൂ. പണി പൂർത്തിയായി കഴിഞ്ഞാൽ 1000 കൊല്ലം അസയാമ നിൽക്കും എന്നാണ് രാമക്ഷേത്രത്തിൻ്റെ ശില്പിയായിട്ടുള്ള അല്ലെങ്കിൽ രാമക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ടിങ് ടീം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഇവിടെയുള്ള എല്ലാ മാധ്യമ മരവാഴകൾക്കും അറിയാവുന്ന കേസ് തന്നെയാണ്. പിന്നെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കിട്ടുന്ന സാഹചര്യമാണല്ലോ, അത് നമ്മൾ എന്ത് വിധേനയും മുതലാക്കണം എന്നുള്ളൊരു ഇതിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാകാൻ 2025 വരെ കാത്തിരിക്കണം എന്നിരിക്കെ
പ്രീ മൺസൂൺ റെയിൻ പെട്ടെന്നുണ്ടായതാണ് അയോധ്യ രാമക്ഷേത്രത്തിൽ ചോർച്ചയുണ്ടാകാനായിട്ടുള്ള കാരണം. അതായത് മഴക്കാലത്തിന് മുമ്പ് ഒരു മഴ വരുമല്ലോ, ആ മഴയാണ് ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൽ ചെറിയ രീതിയിലുള്ള ചോർച്ച. വലിയ രീതിയിലുള്ള ചോർച്ചയല്ല, ചെറിയ രീതിയിലുള്ള ചോർച്ച. എങ്കിലും അയോധ്യ രാമക്ഷേത്രത്തിന്റെ കൺസ്ട്രക്ഷൻ കമ്മിറ്റി ചെയർമാനായിട്ടുള്ള നിപേന്ദ്ര മിശ്ര പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം ഓവ് വഴി ഒലിച്ചു പോകാനുള്ള സാഹചര്യം നിലവിൽ ഇല്ല. കാരണം ഓവ് വഴി ഒലിച്ചു പോകാനുള്ള സാഹചര്യം കൺസ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് ഞങ്ങൾ മൂടി വെച്ചിരിക്കുകയാണ്, ഞങ്ങൾ മാനുവലി വെള്ളം മാറ്റുകയാണ് അവിടെ നിന്നാണ് നൃപേന്ദ്ര മിശ്ര പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ക്ലിയർ ആയിട്ട് അങ്ങേര് പറഞ്ഞു തന്നിട്ടും രാമക്ഷേത്രത്തിൽ ചോർച്ച എന്ന വാർത്ത പുറത്തുവിട്ട് ഇവിടെയുള്ള സുഡാപ്പികളെ മുഴുവൻ സുഖിപ്പിച്ച് രാമക്ഷേത്രത്തിനെതിരെ അസഭ്യ വർഷങ്ങൾ ചൊരിയിച്ച് അവർക്ക് അങ്ങോട്ടേക്ക് പണി വാങ്ങിച്ചു കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു നേർച്ച കേരളത്തിലെ മാധ്യമ സിംഗങ്ങളായിട്ടുള്ള ആൾക്കാർക്കുണ്ടോ? പ്രത്യേകിച്ച് അരുൺകുമാറിന് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വറ്റി കീച്ചുന്നുണ്ട്. നീറ്റ് പരീക്ഷയിൽ ചോർച്ച, നെറ്റ് പരീക്ഷയിൽ ചോർച്ച, പിന്നെ രാമക്ഷേത്രത്തിൽ മൊത്തത്തിൽ ചോർച്ച, പിന്നെ തലയിൽ ഓളമുള്ള താങ്കൾക്ക് സ്ഥിരം ചോർച്ച എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ, വ്യാജ വാർത്തകൾ പടച്ചു വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട അമ്പാനെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയാനുള്ളത് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകളാണ്. എങ്ങനെയാണ് അയോധ്യ രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്? അതന്നും പല മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ്. അയോധ്യ രാമക്ഷേത്രത്തിന് അതിപവിത്രമായ അടിസ്ഥാനത്തോടു കൂടിയാണ് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് എങ്ങനെയാണ് രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്? അയോധ്യ രാമക്ഷേത്രത്തിന്റെ അടിത്തറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഝാൻസി, ബിത്തൂരി, ഹൽദിഘട്ടി, യമുനോത്രി, ചിത്തോർഖണ്ഡ്, സുവർണക്ഷേത്രം തുടങ്ങിയ 2587 പ്രദേശങ്ങളിലെ മണ്ണാണ് അയോധ്യ രാമക്ഷേത്രത്തിന്റെ അടിത്തറ പണിയാൻ മാത്രമായി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ആദ്യത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, 100-ലധികം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള സോംപുര കുടുംബമാണ് അയോധ്യ രാമക്ഷേത്രവും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. സോംനാഥ് അടക്കമുള്ള ക്ഷേത്രങ്ങൾ ഇവരാണ് നിർമ്മിച്ചിരിക്കുന്നത്. ആ സോംനാഥ് ക്ഷേത്രത്തിന്റെ ആ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മുഗളന്മാരൊക്കെ വന്ന് കട ഉറങ്ങിപ്പോയിട്ടും അസയാമയാണ് സോംനാഥ് ക്ഷേത്രം നിൽക്കുന്നത്. പലതവണ പൊളിച്ചു, പലതവണ നമ്മൾ തിരിച്ചു കെട്ടി, വീണ്ടും പൊളിച്ചു, വീണ്ടും തിരിച്ചു കെട്ടി. അങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം സോംനാഥ് ക്ഷേത്രം തിരിച്ചു കെട്ടിയിട്ട് ജവഹർലാൽ നെഹ്റുവിനെ അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റു പിടിച്ച പിടിയാലുന്നത്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ അന്തസ്സായിട്ട് പോയിട്ട് അത് ഉദ്ഘാടനം ചെയ്ത് തിരിച്ചു വന്നു എന്നുള്ളത് ചരിത്രം. അങ്ങനത്തെ കുടുംബമാണ് അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ പണിക്ക് പിന്നിൽ. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അതിൽ അവർ ടെൻഷൻ അടിച്ചുകൊള്ളും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ഉദ്ദേശം ഒന്നും ഞോട്ട് വാക്കി ഇങ്ങനെ 1000 കൊല്ലം തപസ്സിരുന്നാൽ പോലും അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു കാര്യവും മനസ്സിലാക്കിയിരിക്കും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല, ഉരുക്ക് ഉപയോഗിച്ചിട്ടില്ല. അതായത് അയണും സ്റ്റീലും രണ്ടും അയോധ്യ രാമക്ഷേത്രം പണിയാൻ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ആ ക്ഷേത്രത്തിന്റെ പ്രത്യേകതകളാണ്. ഇതൊക്കെ അന്ന് എഴുതി വിട്ടതാണ്. കൊണ എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വിട്ടിട്ട് ഇന്ന് വന്നിട്ട് രാമക്ഷേത്രം ചോരുന്നു. അന്ന് പറയുകയും ചെയ്തു രാമക്ഷേത്രത്തിന് മുകളിൽ മകുടമില്ല, രാമക്ഷേത്രം പണി പൂർത്തിയായിട്ടില്ല, രാമക്ഷേത്രത്തിൽ മഴ പെയ്യാൻ ചോരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അന്ന് എഴുതി വിട്ടിട്ട് ഇന്ന് ചോർന്നപ്പോൾ അയ്യോ രാമക്ഷേത്രം ചോരുന്നേ എന്ന് പറഞ്ഞ് എഴുതി വിടുന്നത് ഇവിടുത്തെ ന്യായമാണ് എന്നുള്ളത് വേറൊരു കാര്യം. അതിലോട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇരുമ്പ് ഉപയോഗിച്ചിട്ടില്ല, ഉരുക്ക് ഉപയോഗിച്ചിട്ടില്ല. ഇത് രണ്ടും രാമക്ഷേത്രം പണി കഴിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടില്ല. പൂർണ്ണമായും കല്ലുകളിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അതും ജയ് ശ്രീറാം എന്നെഴുതിയ രാമേശ്വരത്തെ രാമസേതു നിർമ്മാണത്തിൻ്റെ ഐതിഹ്യം, ആ നിർമ്മാണത്തെ അനുസ്മരിപ്പിക്കാൻ വേണ്ടി ജയ് ശ്രീറാം എന്നെഴുതിയ കല്ലുകളിലാണ് അയോധ്യ രാമക്ഷേത്രം പണി കഴിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. ഇനി രാജ്യാന്തര ആത്മീയ സൗഹൃദത്തിൻ്റെ അടയാളമായ മണ്ണ്, തായ്ലാൻഡിൽ നിന്നുള്ള മണ്ണാണ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിനായി അയച്ചിരിക്കുന്നത്. ജനുവരി 22 രാംലല്ലയിലെ അഭിഷേക ചടങ്ങിന് അത് അയച്ചിട്ടുണ്ട്. 3 നിലകളായി 2 ഏക്കറിൽ പരന്നു കിടക്കുകയാണ് രാമക്ഷേത്രം. എങ്ങനെയാണ്? 3 നിലകളിലായി. ഇപ്പോൾ അവിടെ 1 നിലയേ ഉള്ളൂ. ഇനി 2 നിലകൾ പണിയണം. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ മഴ പെയ്താൽ വെള്ളം വീഴും. വെള്ളം വീഴുന്നാൽ അവിടെ നിന്നും അതെടുത്ത് മാറ്റാനുള്ള ടീമുണ്ട്, സെറ്റപ്പ് ഉണ്ട്. ശ്രീരാമൻ ഇവിടെ ഏതൊരു VIP-ക്കും കിട്ടുന്നതിനെക്കാട്ടിലും മുന്തിയ പരിഗണന കൊടുക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയും അവിടെയുണ്ട്. അതുകൊണ്ട് അതിൽ നിങ്ങൾ ടെൻഷൻ എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് ഞാൻ വീണ്ടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. എന്തായിരുന്നാലും കമ്മികൾക്ക് മനസ്സിലാവാനായിട്ട് നിൻ്റെയൊക്കെ നെഞ്ചിലെ കല്ലിറങ്ങാനായിട്ട് ഞാൻ ആ രാമക്ഷേത്രത്തിൻ്റെ വാർത്ത വേണമെങ്കിൽ നിനക്കൊക്കെ ഒന്ന് വായിച്ചു തരാം. അതായത് രാമക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ടറായിട്ടുള്ള നിപേന്ദ്ര മിശ്ര എന്താണ് പറഞ്ഞത് എന്ന് ആ വാർത്ത ഞാൻ വായിച്ചു തരാം. Ram Temple Construction Committee Chairman Nrpendra Mishra has given a clarification of water dripping from the roof of the Grand Temple of Ayodhya. He said that he had seen rainwater dripping in the temple and it had nothing to do with the overall design and construction of the temple. അതാണ് മനസ്സിലായോ? മനസ്സിലാകുന്നവർ മനസ്സിലാക്കിയാൽ മതി. Nrpendra Mishra said that the second floor of the temple is completely open
while the construction work on the first floor will be completed by the end of the next month. He said that the construction work is currently going on the first floor of the temple, which is why the drain in the sanctum sanctorum of the temple has been closed. Mishra further clarified that the water is being removed manually from the sanctum sanctorum of the mandir because of these factors. The water dripping from above and collecting there has nothing to do with the design of the temple. He said, adding that the rainwater may even fall from the open floor. എന്നാണ് നൃപേന്ദ്ര മിശ്ര പറഞ്ഞിരിക്കുന്നത്. അതായത് ഗുരുമണ്ഡപത്തിന് മുകളിൽ ഇപ്പോൾ ആകാശമാണ്. മനസ്സിലാടാ അന്തംഗമ്മി സുഡാപ്പികളെ. ഇപ്പൊ ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.